ഹലോ, ഞാൻ ഡോക്ടർ സൂര്യ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് മോർണിംഗ് സിക്നസ്, അത് എപ്പോഴാണ് കോംപ്ലിക്കേഷനിലോട്ട് പോവുക, എന്തൊക്കെയാണ് പ്രതിവിധികൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ്. 80% സ്ത്രീകളിലും ഗർഭകാലത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങളിൽ, അതായത് ആദ്യത്തെ 3 മാസം ഛർദി ഒരു സ്വാഭാവികമായി കാണുന്ന ലക്ഷണമാണ്. ഒന്നുകിൽ ഛർദി ആവാം, അല്ലെങ്കിൽ ഛർദിക്കാനുള്ള ടെൻഡൻസി ആവാം. ഇത് സാധാരണ ഒരു 12 ആഴ്ചയ്ക്കുള്ളിൽ സെറ്റിലാവാറാണ് പതിവ്. എന്നാൽ ചുരുക്കം ചില സ്ത്രീകളിൽ അത് ഗർഭകാലത്തിൻ്റെ അവസാനം വരെ കണ്ടിന്യൂ ചെയ്തു പോകുന്നതായും കണ്ടിട്ടുണ്ട്. പലരിലും ഇത് തീവ്രമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കാറില്ല. എന്നാൽ ചിലരിൽ ഡീഹൈഡ്രേഷൻ, ടയേർഡ്നെസ്, വെയ്റ്റ് ലോസ്, ഒരു ദിവസം 3-ലധികമുള്ള അമിതമായ ഛർദി തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടുവരുമ്പോൾ ഇത് ഹൈപ്പറെമിസിസ് ഗ്രാവിഡാറമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള 30% കേസുകളിലും ഒരു ഹോസ്പിറ്റലൈസേഷൻ അനിവാര്യമായ ഘടകമാണ്. ആരിലൊക്കെയാണ് ഈ ഹൈപ്പറെമിസിസ് ഗ്രാവിഡാറം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ? ആ ഹൈ റിസ്ക് കാറ്റഗറി ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, മുൻപത്തെ പ്രഗ്നൻസിയിൽ ഇതുപോലെ ഹൈപ്പറായിട്ടുള്ള വൊമിറ്റിംഗ് ഉള്ളവർക്ക് ഈ പ്രഗ്നൻസിയിലും അത് കണ്ടിന്യൂ ചെയ്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ മൾട്ടിപ്പിൾ പ്രഗ്നൻസികളിൽ, മൈഗ്രെയിനിൻ്റെയോ മറ്റോ ഹിസ്റ്ററി ഉള്ളവരിൽ, പിന്നെ ഒരു മോളാർ പ്രഗ്നൻസി, ഈ ഒരു അവസ്ഥകളിലെല്ലാം വൊമിറ്റിംഗ് അമിതമായിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെയേറെ. ഡീഹൈഡ്രേഷൻ, ഉയർന്ന ഹൃദയമിടിപ്പ്, ഡ്രൈ സ്കിൻ, 5%-ഓളമുള്ള വെയ്റ്റ് ലോസ് തുടങ്ങിയവയെല്ലാം സാധാരണ ഛർദിയിൽ നിന്ന് ഹൈപ്പറെമിസിസ് ഗ്രാവിഡാറത്തിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സഹായകമായ ഘടകങ്ങളാണ്. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഒരു ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നേക്കാം. പലപ്പോഴും ഡോക്ടർ ഒരു സ്കാനിങ്ങിന് നിർദ്ദേശം നൽകും. കാരണം മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഉണ്ടോ, അല്ലെങ്കിൽ ഇത് മോളാർ പ്രഗ്നൻസി ആണോ എന്നെല്ലാം റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്കാനിങ് നിർദ്ദേശിക്കുന്നത്. പിന്നെ സാധാരണ ചെയ്തു വരുന്നത് യൂറിനിലെ കീറ്റോൺ ബോഡീസിനെ ടെസ്റ്റ് ചെയ്യലാണ്. ഡീഹൈഡ്രേഷൻ ഉള്ളപ്പോഴാണ് യൂറിനിലെ കീറ്റോൺ ബോഡീസിൻ്റെ സാന്നിധ്യം കണ്ടുവരുന്നത്. അങ്ങനെയുള്ളവരിൽ ഒരു IV ഫ്ലൂയിഡൊക്കെ വേണ്ടി വന്നേക്കാം. പിന്നെ ഇതുപോലെ അമിതമായ ഛർദി ഉണ്ടാകുന്ന, അപ്പൻഡിസൈറ്റിസ്, ഗോൾ ബ്ലാഡർ സ്റ്റോൺ, ഇങ്ങനെയുള്ള എല്ലാ കണ്ടീഷൻസും റൂൾ ഔട്ട് ചെയ്ത് അതൊന്നുമല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഒരു പ്രധാനമായ ഘടകമാണ്. സാധാരണയായി ഗർഭിണിയിലുണ്ടാകുന്ന HCGയുടെയും ഈസ്ട്രജൻ്റെയും ഉയർന്ന അളവാണ് ഈ ഒരു ഹൈപ്പറെമിസിസിന് വഴിയൊരുക്കുന്നത്. വെയ്റ്റ് ലോസ്, ടയേർഡ്നെസ്, IUGR ബേബീസ് ഉണ്ടാവാനുള്ള സാധ്യത, പ്രീടേം ഡെലിവറി തുടങ്ങിയവയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു കോംപ്ലിക്കേഷൻസ്. ഇനി ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഗർഭിണി തൻ്റെ ഡയറ്റിൽ മാറ്റേണ്ട ചില മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ, സ്പൈസി ആയിട്ടുള്ളതും ഓയിലി ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഡയറ്റിൽ നിന്നും പൂർണ്ണമായും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പിന്നെ ഈ വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള ചില ട്രിഗറിങ് ഫാക്ടേഴ്സ് കാണാം. ചില മണങ്ങൾ, ചില ഭക്ഷണ സാധനങ്ങൾ, ഇവയെല്ലാം പൂർണ്ണമായും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ചിലർക്ക് ഈ ട്രിഗറിങ് ഫാക്ടർ ഹസ്ബൻഡിൻ്റെ സ്മെല്ലായിരിക്കാം. ചിലർക്ക് ചില പെക്യുലർ സ്മെല്ല് വോമിറ്റിങ്ങിനെ ട്രിഗർ ചെയ്തേക്കാം. ഇതെല്ലാം പൂർണ്ണമായും അവോയ്ഡ് ചെയ്താൽ വരുന്ന കോംപ്ലിക്കേഷൻസ് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സഹായിക്കും. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ചികിത്സ എന്ന് വെച്ചാൽ, വൈറ്റമിൻ B6ൻ്റെ സപ്ലിമെൻറ്റ് പൊതുവെ വോമിറ്റിംഗ് കുറയ്ക്കാൻ സഹായകമായി കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഛർദിയുടെ തോത് കുറച്ച് സുഗമമായ ഒരു ഗർഭകാലയളവ് ലഭ്യമാവാൻ നമുക്ക് ചില നുറുങ്ങുവഴികളും പരീക്ഷിക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, കരിക്കിൻ വെള്ളത്തിൽ ഏലത്തരി ഇട്ട് വെച്ച് പലപ്പോഴായി കുടിക്കുക, മലരു വെന്ത വെള്ളം കുടിക്കുക, ഇഞ്ചി ചതച്ചിട്ട ചായ കുടിക്കുക തുടങ്ങിയവയെല്ലാം അവയിൽ ചിലതാണ്. ഹൈപ്പറെമിസിസ് ഗ്രാവിഡാറത്തിന് ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. ഒരു ആയുർവേദ വിദഗ്ധൻ്റെ സഹായത്തോടെ നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രകൃതിക്കും അവസ്ഥയ്ക്കും അനുയോജ്യമായ ഔഷധം തിരഞ്ഞെടുക്കാവുന്നതാണ്. ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോൾ വൈദ്യനിർദ്ദേശത്തോടു കൂടി മാത്രം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.